നമസ്കാരം. പേര് പറഞ്ഞു നെൽസൺ, വീട് മഞ്ഞപ്ര, അങ്കമാലിക്കടുത്ത്. ഇന്ന് കേരളത്തിലെ ഒരു പ്രമുഖ ഹോസ്പിറ്റലിൽ ഞാനെന്ന് പറഞ്ഞ ആള് ജീവിച്ചിരിപ്പില്ല. എനിക്ക് വിശ്വസിക്കാൻ പറ്റും. ആ ഹോസ്പിറ്റലിലെ റെക്കോർഡ് ഞാനെന്ന് പറഞ്ഞാണ് ജീവനോടെ ഇല്ല. അവരുടെ റെക്കോർഡിലേക്ക് ഞാൻ മരിച്ചു ആയിരുന്നാണ്. അതിന് കാരണം കൊറോണയിൽ സംഭവിച്ച കുറെ ഇഷ്യൂസാണ് എല്ലാവർക്കും അറിയാം. എൻ്റെ വൈഫിനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഭർത്താവ് മരിച്ചു, ബോഡി നിങ്ങൾ കൊണ്ടുപോകാം, ആവശ്യമില്ലെങ്കിൽ കൊറോണ സില്ലർക്ക് കൊടുത്തേക്കാം എന്ന് പറഞ്ഞു. അപ്പൊ എൻ്റെ ഭാര്യയ്ക്ക് എന്നോടുള്ള കടുത്ത പ്രണയം കൊണ്ട് പറഞ്ഞു, ഞാൻ ആ ബോഡി ഞങ്ങൾ കൊണ്ടുവന്നോളാന്ന് പറഞ്ഞു. ആ ബോഡി തിരിച്ചു കൊടുക്കണമെന്നുള്ളതുകൊണ്ട് അവരവിടെ ഒന്നുകൂടി നോക്കി. അവ നോക്കിയപ്പോ ഇത് പൈസ ശ്വസിക്കണ്ടായിരുന്നു. അങ്ങനെ രക്ഷപ്പെട്ടു. പക്ഷെ അതിന് രക്ഷപ്പെടാനൊരു കാരണം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഈ ബയോട്ടോറിയം എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ഒരാൾ എന്നെ ട്രീറ്റ് ചെയ്ത ഡോക്ടറുടെ അടുത്തേക്ക് പ്രൊഡക്റ്റ് ആയിട്ട് ഒരാൾ വരുന്നു. എനിക്ക് സുഖമില്ലാന്ന് അറിഞ്ഞ് സീരിയസ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഈ പ്രൊഡക്റ്റ് എന്നിലേക്ക് വന്നാണ്. ഞാൻ പ്രൊഡക്റ്റ് തേടി പോയ ഒരാളല്ല, ബിസിനസ് തേടി പോയ ഒരാളല്ല. ഇത് ബൈ ഗ്രേസ് എന്നിലേക്ക് വന്ന ഒരു ബിസിനസ്സാണ്. ആ ബിസിനസ് എന്നിലേക്ക് വന്നതുകൊണ്ട് തന്നെ ആ ആവേശത്തോടെയും ആഗ്രഹത്തോടെയും ഹൃദയത്തിൽ തൊട്ട് ഞാൻ ഈ പ്രൊഡക്റ്റ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഷെയർ ചെയ്യുന്നതുകൊണ്ട് ഞാൻ കൊടുത്ത പല സ്ഥലങ്ങളിലും അത്ഭുതകരമായ റിസൾട്ട് ഉണ്ട്. അത്ഭുതകരമായ എന്ന് പറഞ്ഞാൽ അത്ഭുതകരമായ റിസൾട്ട് ഉണ്ട്. രണ്ട് റിസൾട്ട് തേടി പറയാം. 1.5 കൊല്ലമായിട്ട് ചാലക്കുടി സെന്റ് ജെയിംസ് ഹോസ്പിറ്റലിൽ 2 മുട്ട് ചികിത്സയായിട്ട് ആമവാദം പിടിപെട്ട് നമ്മൾ 4 കാലെടുത്ത് നടക്കുന്ന 2 കൈ നടക്കുന്ന ഒരു സ്ത്രീ, അവർ ചികിത്സ ചെയ്ത് വളരെ ലക്ഷങ്ങൾ പൊടിച്ചു നിൽക്കുന്ന സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് വഴി ഞാൻ ആ വീട്ടിൽ ചെല്ലുന്നു. ആ വീടിന്റെ അവസ്ഥ അതിലേറെ ദയനീയമാണ്, അത് പറയുന്നില്ല. ആ സ്ത്രീക്ക് ഞാൻ തൊട്ടടുത്ത വീട്ടിൽ വിളിച്ചിരുത്തി പ്രൊഡക്റ്റ് കൊടുക്കുന്നു, അവരെ ഡീറ്റെയിൽ ചെയ്ത് ചെയ്യിപ്പിക്കുന്നു. നമ്മുടെ എനർജി പാഡ് കാലിൽ വെച്ച് കെട്ടി കൊടുക്കുന്നു, എല്ലാം കൈമൊക്കെ കെട്ടിച്ചു കൊടുത്ത് ഡീറ്റെയിൽ ചെയ്തു. 45 മിനിറ്റ്സ് 45 മിനിറ്റ് ആ സ്ത്രീയോട് ഞാൻ പറഞ്ഞു എഴുന്നേൽക്കാൻ പറഞ്ഞു ചേർന്ന് നിന്ന്. അവർക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അവർ ധൈര്യമായിട്ട് എണീക്കാൻ പറഞ്ഞു. അവർ എണീക്കുന്നു, അവർ നടക്കുന്നു, അവർ മിറ്റത്തിറങ്ങി തുള്ളിച്ചാടുന്നു. അവരുടെ മകൻ വരുമ്പോ കാണുന്നത് സ്വന്തം അമ്മ ആ വീട്ടിൽ നിന്ന് പോകുമ്പോ അമ്മ ഇങ്ങനെ നടന്നിരുന്ന അമ്മ തിരിച്ചു വരുമ്പോ തുള്ളിച്ചാണ്ട കാരണം ആ ഓൺ ദ സ്പോട്ടില് അവരുടെ ഭാര്യയുടെ കൈമ കിടന്ന ഒരൊറ്റ വള ആ വള കൊണ്ടേ പണയം വെച്ച് എൻ്റെ കയ്യിൽ നിന്ന് പ്രൊഡക്റ്റ് മേടിക്കുന്നു. ഇന്ന് ആ മാഡം ഇറ്റലിയിൽ അതിഗംഭീരമായിട്ട് ജോലി ചെയ്യുന്നു. വയസ്സ് 56. രണ്ടാമത് ഇതുപോലെ തന്നെ 1.5 വർഷത്തിലേറെയായിട്ട് സ്ട്രോക്ക് വായിച്ചു കിടന്ന ഒരു മനുഷ്യൻ, സ്ട്രോക്ക് വായിച്ചു 48 വയസ്സ്. അവിടെ ഇതുപോലെ എൻ്റെ സുഹൃത്ത് വഴി ഞാൻ ആ വീട്ടിൽ ചെല്ലുമ്പോ അയാളുടെ ഈ വലത് കൈയുടെ പത്തി ഇങ്ങനെ വളഞ്ഞിരിക്കുന്നു, ഇടത് കൈയുടെ വിരൽ ഇങ്ങനെ ഇരിക്കുന്നു, വലത് കാല് സ്ട്രോക്കായിട്ട് നടക്കാൻ പറ്റാതെ സംസാരശേഷി ഇല്ലാതെ അയാള് അവിടെ കിടക്കുക. ആ കിടക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ഗ്രേറ്റ് ലീഡർ ബാബു സാർ ഒരുമിച്ച് ആ പ്രോഡക്റ്റ് കൊണ്ട് പ്രാർത്ഥനാപൂർവ്വം അയാൾക്ക് കൊടുക്കുന്നു. 5ാമത്തെ ദിവസം ഞാൻ അദ്ദേഹത്തെ ഫോളോ അപ്പ് ചെയ്യാനായിട്ട് ആ വീട്ടിലേക്ക് ചെല്ലുന്നു. വീട്ടിൽ ചെല്ലുമ്പോൾ ഈ ആള് വീട്ടിലില്ല. വരട്ടേന്ന് വെയിറ്റ് ചെയ്തു. വന്നത് എങ്ങനെയാന്ന് വെച്ചാൽ അയാളുടെ സുഹൃത്തിന്റെ ബൈക്കേൽ ഇരുന്നിട്ട് അയാൾ വന്ന് ഞാൻ ചെറ്റിപ്പോയി. അയാളെ കാണാൻ ഞാൻ 5 ദിവസം മുമ്പ് കൊടുത്തപ്പോ മുഖമൊക്കെ കറുത്ത് ഒരു ലെവലിലിരുന്ന മനുഷ്യൻ 5ാമത്തെ ദിവസം ഞാൻ കാണാൻ ചെല്ലുമ്പോ അയാളെ ഫോളോ ചെയ്യാൻ വേണ്ടി ചെല്ലുമ്പോ അയാളുടെ സുഹൃത്തിന്റെ കൂടെ ബൈക്കേലിരുന്ന് വീട്ടിലേക്ക് തിരിച്ചു വരുന്നു. അയാളുടെ സംസാര രീതി മാറി, സംസാരം ഗംഭീരമായി. അയാൾ പുറത്തു പോയിട്ട് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് തന്നെയാണ്. ഇതിന്റെ ഒരു മാജിക്കാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഈ പ്രൊഡക്റ്റ് കൊടുക്കുമ്പോ നമ്മൾ ഇവിടെ കൈ വെച്ചിട്ട് കൊടുത്താലുണ്ടല്ലോ അത് ഭയങ്കര അനുഗ്രഹമായിരിക്കും ആ കൊടുക്കുന്ന ആൾക്ക്, വാങ്ങുന്ന ആൾക്ക് ഉണ്ടാവുക എന്നുള്ളത്. മൂന്നാമത്തെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ രാത്രി
6-7 കൊല്ലത്തോളമായിട്ട് എല്ലാ ദിവസവും രാവിലെ ചായക്കടയിൽ ഹോട്ടൽ നടത്തുന്ന മനുഷ്യൻ രാവിലെ എണീക്കുന്നത് അവരുടെ എണീക്കുമ്പോൾ 4-4 മണിക്കൂറിൽ എണീക്കും. വൈഫിനെ കൊണ്ട് 2 കാലും തടവിച്ച് ചൂട് പിടിപ്പിച്ചിട്ടാണ് അയാൾ എണീക്കുക. ആ മനുഷ്യൻ ഞാൻ പ്രൊഡക്റ്റ് എൻ്റെ ബാബുസാറും കൂടി കൊണ്ട് പ്രൊഡക്റ്റ് കൊടുത്തു. പിറ്റേ ദിവസം മോർണിംഗില് അയാള് രാവിലെ 4:30 മണിക്ക് വൈഫിനെ വിളിക്കുന്നു. വൈഫിനെ വിളിച്ച് വൈഫ് അല്പം വൈകി എണീറ്റ് വരാൻ. ഇയാള് തന്നെ എണീറ്റു ഹോട്ടലിലേക്ക് പോയി ജോലി ചെയ്തു. അപ്പൊ വൈഫ് കൊണ്ട് നിങ്ങളുടെ കാലിന് പ്രശ്നമില്ലേ? അപ്പോഴാണ് പുള്ളി അറിയണേ വൈഫ് അന്ന് കാലിൽ തിരുമ്മില്ല എന്നുള്ള കാര്യം. 4-ാം ദിവസം പുള്ളി എന്നെ വിളിക്കുന്നു. അയാളുടെ 2 പരിചയക്കാർക്ക് പ്രൊഡക്റ്റ് കൊണ്ട് കൊടുക്കുന്നു. ആ പ്രൊഡക്റ്റ് കൊണ്ട് കൊടുത്തു. ആ സെയിം ഡേ ഇതുപോലെ നടക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടിയിരുന്ന സ്ത്രീ, അവർക്ക് ഏതാണ്ട് 50 വയസ്സിന് പ്രായം ഉണ്ടാവും. ഞാൻ ഇതുപോലെ തന്നെ ചെയ്തു. ഞാൻ ആ ചേച്ചിയുടെ കാലിൽ പ്രൊഡക്റ്റ് കെട്ടി കൊടുക്കുന്നു, സംസാരിക്കുന്നു, ഡീറ്റെയിൽ ചെയ്യുന്നു. ആ മാഡം ഇതുപോലെ ഒരു 1/2 മണിക്കൂറെ സംസാരിക്കാൻ സമയം കിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു ചേച്ചി എണീക്കാൻ പറഞ്ഞു. ആ ചേച്ചി കസേരയിൽ നിന്ന് വളരെ കൂളായിട്ട് എണീക്കുന്നു. കൂളായിട്ട് എണീക്കുന്നു എന്ന് മാത്രമല്ല, അവര് തിരിച്ചു വന്നിട്ട് അവർക്ക് വിശ്വസിക്കാൻ പറ്റില്ല അവർക്ക് കസേര എണീക്കാൻ പറ്റുന്നു. പിന്നെ പുറത്തിറങ്ങിയിട്ട് ഞാൻ സ്റ്റെപ്പേരൊന്നും ഇരിക്കട്ടെ മോനെന്ന് പറഞ്ഞു. ഓക്കെ ചേച്ചി ഇരിക്കാൻ പറഞ്ഞു. സ്റ്റെപ്പേര് ഇരുന്നിട്ടും അവർ വളരെ കൂളായിട്ട് എണീക്കുക. അങ്ങനെ അവർ ഇരുന്നിട്ട് വർഷങ്ങളായി. ഏത് വീടിന്റെ ഉമ്മറപ്പടിയിലുള്ള സ്റ്റെപ്പേര് ഇരുന്നിട്ട് വർഷങ്ങളായെന്ന്. പിന്നെ എന്നെ കാണിച്ചത് എന്താന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരാൾ ഇങ്ങനെ ഇരിക്കുമല്ലോ, ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ എണീറ്റ് നോക്കാണ് പുള്ളിക്കാരത്. എന്റെ കാല് മടക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത്. അപ്പൊ അത്രയും മനോഹരമായ ഒരു പ്രൊഡക്റ്റ് ഞാൻ എന്നിലേക്ക് വന്നു വീണ ഒരു കമ്പനി, ഒരു പ്രൊഡക്റ്റ്, അത് അതേ ആവേശത്തോടെ അതേ ആത്മാർത്ഥതയോടെ ഹൃദയത്തിൽ തൊട്ട് ഞാനത് ഷെയർ ചെയ്യുന്നു. അതിന്റെ അനുഗ്രഹം പ്രൊഡക്റ്റ് കൊടുക്കുന്നവർക്കുണ്ട്, പ്രൊഡക്റ്റ് വാങ്ങുന്നവർക്കുണ്ട്, നിങ്ങൾക്കും ഉണ്ടാവും. അതെല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.